9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കി മനസ്സിലാക്കി ചില എലമെൻറ്റുകൾ സ്റ്റേബിളാണ്, ചില എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് സ്ഥിരതയുള്ളതാണ്, എന്നാൽ മറ്റു ചിലത് അൺസ്റ്റേബിളാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അൺസ്റ്റേബിളായ ആറ്റംസിന് സ്റ്റേബിൾ ആകുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്നും നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ അൺസ്റ്റേബിളായ ആറ്റംസ് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നും നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് സ്റ്റേബിൾ ആകാൻ അവ നോക്കുന്നത്? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആക്കാനായി അവ ശ്രമിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എങ്ങനെയാണ് അവർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കാനായി ശ്രമിക്കുന്നത്? ചുറ്റിനുമുള്ള മറ്റ് ആറ്റംസിലുള്ള ഇലക്ട്രോൺസിൻ്റെ സഹായത്തോടെ ഈ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് വാലൻസ് ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കാനായി അവ ശ്രമിക്കും എന്നാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത് അയോണിക് ബോണ്ടിങ് ആണ്, അയോണിക ബന്ധനം. അതായത് നമ്മൾക്ക് മനസ്സിലായി, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, മോളിക്യൂൾസിൻ്റെ ഉള്ളിലെ ആറ്റംസ് തമ്മിൽ പരസ്പരം ഒരു ബന്ധിപ്പിക്കുന്ന ഒരു ഫോഴ്സ് അവ തമ്മിലുണ്ട്. അല്ലെങ്കിൽ H2O എന്നൊരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് O വേറെയും H വേറെയും ഒക്കെ ആയി മാറിപ്പോയി കഴിഞ്ഞാൽ അത് പറ്റില്ലല്ലോ. അങ്ങനെ ഒരു മോളിക്യൂളിന് സ്ഥിരതയില്ല. അപ്പോൾ ആ മോളിക്യൂളിലുള്ള ആറ്റംസിനെ ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം അവിടെ ഉണ്ട്. അങ്ങനെയാണ് ആറ്റംസ് തമ്മിൽ ബോണ്ടിങ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പം അങ്ങനെ ആറ്റംസ് തമ്മിൽ ബന്ധനം ഉണ്ടാക്കുന്നതിൽ ഒന്നാമത്തെ തരം, അതാണ് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ടൈപ്പ് ബോണ്ടിങ്. അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, അയോണിക് ബോണ്ടിങ്. അയോണിക ബന്ധനം ആ രീതിയിൽ എങ്ങനെയാണ് മോളിക്യൂൾസിൻ്റെ ഉള്ളിൽ ആറ്റംസ് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അയോണിക് ബോണ്ട് വഴി എങ്ങനെ ആറ്റംസ് ബന്ധിപ്പിക്കപ്പെടുന്നു, അയോണിക് ബോണ്ട് വഴി എങ്ങനെ മോളിക്യൂൾസ് ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ഒരു കഥയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇതൊരു കഥ പോലെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം ഒരു ടേബിൾ നോക്കിയിരുന്നല്ലോ ആ ടെക്സ്റ്റ് ബുക്കിൽ. മഗ്നീഷ്യം, ഓക്സിജൻ, സോഡിയം, ക്ലോറിൻ ഇങ്ങനെയുള്ള എലമെൻറ്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ ഒരു ടേബിൾ നമ്മൾ കണ്ടിരുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ ആ എലമെൻറ്റ്സുകൾക്ക് നമ്മൾ പരസ്പരം ഉണ്ടാക്കാൻ കഴിയുന്ന ചില കോമ്പൗണ്ടുകളും നമ്മൾ ലിസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നോക്കാം. അതിൽ നമ്മൾ പഠിച്ച ഒരു എലമെൻ്റ് ആണല്ലോ ഏത്? സോഡിയം. സോഡിയത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ, സോഡിയം Na. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയായിരുന്നു? സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 എന്ന് നമ്മൾ മനസ്സിലാക്കി. 11 ആറ്റോമിക് നമ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ പറഞ്ഞു അതെങ്ങനെയായിരിക്കും വരുന്നത്? 2 K ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, L ഷെല്ലിൽ 8, പിന്നെ 1. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ടോപ്പിക്കും പിന്നെ കഴിഞ്ഞ വീഡിയോയും നന്നായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. എങ്കിൽ കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് സംശയങ്ങളുണ്ടാവും. ഈ 2, 1, 1 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്കിൽ നമുക്കതിൻ്റെ ബോർസ് മോഡൽ എങ്ങനെ വരയ്ക്കാം? എങ്ങനെ ഈ ആറ്റം ഇരിക്കുന്നു എന്ന് നമുക്ക് വരച്ച് നോക്കാം. സോഡിയം എന്ന ആറ്റത്തിൻ്റെ ബോർസ് മോഡലാണ് ഈ വരച്ചിരിക്കുന്നത്. ഇത് വരയ്ക്കാൻ നമുക്ക് നന്നായി പഠിച്ചതാണ്. ഒന്ന് നോക്കൂ, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി അങ്ങ് വരച്ചു. ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ന്യൂക്ലിയസ് ആണ്. ചുറ്റിന് ആദ്യത്തെ ഷെല്ല് K ഷെല്ല്, അതിൽ 2 ഇലക്ട്രോൺസ് വരച്ചിരിക്കുന്നു. പിന്നീട് L ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം ഉണ്ട്. ഏറ്റവും പുറത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണും ഉണ്ട്. ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ഈ ഒരു സോഡിയം എന്ന ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ആകെ 1 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സോഡിയം ആറ്റം അൺസ്റ്റേബിൾ ആണല്ലോ. അൺസ്റ്റേബിളായ ഈ സോഡിയം ആറ്റത്തിൻ്റെ ആഗ്രഹം എപ്പോഴും എന്തായിരിക്കും? അതിന് സ്റ്റേബിളായി മാറണം. അതിനുവേണ്ടി എന്ത് വേണം? അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഒന്നുകൂടെ പറയുകയാണ്. അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം. ഇതിന് 8 ഇലക്ട്രോൺസ് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ മാർഗ്ഗം എന്താ? എവിടെന്നെങ്കിലും ഒരു 7 ഇലക്ട്രോൺസും കൂടെ തരപ്പെടുത്തുക, എന്നിട്ട് ഈ അവസാനത്തെ ഷെല്ലിൽ കൊണ്ട് വയ്ക്കുക. അത് ഒന്നാമത്തെ മാർഗ്ഗം. രണ്ടാമത് അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 1 ഇലക്ട്രോണെ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കുക. അപ്പോഴും അതിൻ്റെ അവസാനത്തെ ഷെല്ല് അപ്പോൾ സെക്കൻഡ് ഷെല്ലായി മാറുന്നു. അവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്. ഈ രണ്ടാമത് പറഞ്ഞ കാര്യമല്ലേ എളുപ്പം? ആകെ ഉള്ള 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതല്ലേ എളുപ്പം, എവിടെന്നെങ്കിലും 7 ഇലക്ട്രോൺസിനെ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നതിനേക്കാളും. അതുകൊണ്ട് സോഡിയം എന്ത് ചെയ്യുന്നു? ഈ അവസാനത്തെ വാലൻസ് ഷെല്ലിലുള്ള ഈ വാലൻസ് ഇലക്ട്രോൺ, ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ആവശ്യമുള്ള ഒരാളെ കണ്ട അപ്പോൾ അതങ്ങ് വിട്ടുകൊടുക്കും. എന്നിട്ട് എന്തായി? 2, 8 എന്നുള്ള കോൺഫിഗറേഷനിൽ സ്റ്റേബിൾ ആറ്റമായിട്ട് നിലനിൽക്കാനാണ് ഈ സോഡിയം എപ്പോഴും ആഗ്രഹിക്കുന്നത്.
അപ്പോൾ ഈ സോഡിയം എപ്പോഴും ചുറ്റിനും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു ഇലക്ട്രോൺ കൊടുക്കാനുണ്ട്, എൻ്റെ ഒരു ഇലക്ട്രോൺ ആരെങ്കിലും ഒന്ന് വന്ന് എടുക്കാവോ, ഒരു ഇലക്ട്രോൺ ആവശ്യമുള്ള ആരെങ്കിലും എൻ്റെ അടുത്തുണ്ടോ എന്നുള്ള ഒരു തെരച്ചിലാണ് ഈ സോഡിയം എപ്പോഴും ഇരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത് തന്നെ ഒരു ക്ലോറിൻ ആറ്റത്തിനെ കണ്ടതെന്ന് വിചാരിക്കൂ. ആരെയാണ്? ക്ലോറിനെയാണ് കണ്ടത്. നമുക്കിനി ക്ലോറിൻ്റെ പടം വരച്ച് നോക്കാം. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 17 അല്ലേ? അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ പഠിച്ചു. 2, 8, 7 എന്നാണ് ക്ലോറിൻ ഇരിക്കുന്നത്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. ഈ ക്ലോറിൻ ആറ്റത്തിൻ്റെ ബോർസ് മോഡൽ വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. 17 പ്രോട്ടോൺസ് അതിൻ്റെ ന്യൂക്ലിയസിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിന്നീട് 8, പിന്നീട് 7. ആ വരച്ചിരിക്കുന്നത് കണ്ട് മനസ്സിലായല്ലോ. ക്ലോറിൻ ആറ്റത്തിൻ്റെ ബോർസ് മോഡലും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും മനസ്സിലായെങ്കിൽ ക്ലോറിൻ അൺസ്റ്റേബിൾ ആണ്. ഇതിന് അവസാനം 8 ഇലക്ട്രോൺ ഇല്ല, അതും അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ക്ലോറിൻ സ്റ്റേബിൾ ആകാൻ വേണ്ടി 2 ഓപ്ഷൻ ചെയ്യാം. ഒന്നെങ്കിൽ ഈ 7ൻ്റെ കൂടെ ഒരു ഇലക്ട്രോണിനെയും കൂടെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് വെച്ച് 288 എന്നായി മാറാം. അതല്ലെങ്കിൽ ഈ 7 ഇലക്ട്രോൺസിനെ എന്തിനെങ്കിലും വിട്ടുകൊടുക്കാം. അപ്പോൾ 28 എന്ന് മാത്രമാകാം. അതിനെളുപ്പമുള്ള രീതി എന്തായിരിക്കും? എവിടെന്നെങ്കിലും ഒരു ഇലക്ട്രോണിനെ എടുത്തുകൊണ്ട് വന്ന് ഈ 288 എന്നുള്ള രീതിയിലേക്ക് മാറുന്നതല്ലേ. അപ്പോൾ ക്ലോറിൻ എന്താണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ആറ്റം എനിക്കൊരു ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ടെങ്കിൽ തരാമോ, 7 എണ്ണം ഉണ്ടോ, ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 8 ആക്കാമായിരുന്നു എന്നുള്ളൊരു രീതിയിലാണ് ക്ലോറിൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ കയ്യിൽ എക്സ്ട്രാ ഒന്ന് കൊടുക്കാനുമുണ്ട്, ക്ലോറിൻ ആണെങ്കിൽ ഒരെണ്ണം എടുക്കുകയും വേണം. അതുകൊണ്ട് ഈ സോഡിയവും ക്ലോറിനും കൂടെ ബെസ്റ്റ് പെയർ ആകുന്നില്ലേ? സോഡിയം ഒന്ന് ക്ലോറിന് കൊടുത്തു കഴിഞ്ഞാൽ സോഡിയവും ഹാപ്പിയായി, ക്ലോറിനും ഹാപ്പിയായി. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ സോഡിയവും ക്ലോറിനും കൂടെ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ സോഡിയവും ക്ലോറിനും കൂടി ചേരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സോഡിയം ഒരു ഇലക്ട്രോൺ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ നിന്ന് ക്ലോറിനിലേക്ക് കൊടുക്കുന്നു. ക്ലോറിൻ ആണെങ്കിൽ ആ ഇലക്ട്രോണെ സോഡിയത്തിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ ഇവിടെ നടക്കുന്ന ഒരു കെമിസ്ട്രി എന്താണെന്ന്? അപ്പം സോഡിയം ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൊടുക്കുന്നു, ക്ലോറിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നു, അതായത് ഒരു ഇലക്ട്രോൺ കൈമാറ്റം ഇവയുടെ ഇടയിൽ നടക്കുന്നു. ഈ വാലൻസ് ഷെല്ലിൽ കിടക്കുന്ന ഈ അവസാനത്തെ ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തു കഴിയുമ്പോൾ സോഡിയം എന്താകുന്നു? 28 എന്നുള്ളൊരു കോൺഫിഗറേഷനിലെത്തുന്നു. ഈ അവസാനത്തെ ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തു. അപ്പോൾ അത് റിസീവ് ചെയ്ത ക്ലോറിൻ ഏത് രീതിയിലേക്ക് മാറുന്നു? 288 എന്നായി മാറുന്നു അല്ലേ? ആ 7ൻ്റെ കൂടെ അവസാനത്തെ ഷെല്ലിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവച്ച് അതും 8 ആയി മാറുന്നു. അപ്പം ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ആ ഒരു ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നതോടുകൂടി സോഡിയവും സ്റ്റേബിളായി മാറുന്നു, ക്ലോറിനും സ്റ്റേബിളായി മാറുന്നു. മനസ്സിലായില്ലേ? അതായത് അവ രണ്ടും ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നു, ഹാപ്പി ആറ്റംസ് ആയി മാറുന്നു. ഈ അവസാനം കാണുന്ന ഈ ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തതിന് ശേഷമുള്ള സോഡിയത്തിൻ്റെ ഡയഗ്രം ഞാൻ അവിടെ വരയ്ക്കാം. മനസ്സിലായോ? ഈ അവസാനത്തെ ഇലക്ട്രോൺ ക്ലോറിന് ദാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ സോഡിയം ഏത് രൂപത്തിലേക്ക് മാറി? ഈ അവസാനത്തെ ഒരു ഷെല്ല് ഇല്ല, ഇനിയിപ്പോൾ ആ ഇലക്ട്രോൺ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ആ ഷെല്ല് വരയ്ക്കേണ്ട ആവശ്യമില്ല. ബാക്കി ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ 11 പ്രോട്ടോൺ, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ആ രൂപത്തിലേക്ക് മാറുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായി? 2-8 എന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നു. മനസ്സിലായല്ലോ? സോഡിയത്തിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ട ആ എക്സ്ട്രാ ഈ ഇലക്ട്രോൺ, ഈ 1 കിടന്ന ഈ ഇലക്ട്രോൺ ക്ലോറിന് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ക്ലോറിൻ്റെ രൂപം എങ്ങനെ മാറുന്നു? ഇതേ കോൺഫിഗറേഷൻ തന്നെ അവിടെ വരുന്നു. പക്ഷേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 അല്ല 8 ഇലക്ട്രോൺസ് വരയ്ക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഏറ്റവും പുറത്ത് 7 ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് മാറ്റി 8 ആക്കി വരയ്ക്കണം. ഈ എക്സ്ട്രാ ഇലക്ട്രോണിനെ റിസീവ് ചെയ്ത ക്ലോറിൻ ആറ്റത്തിനെയാണ് നമ്മൾ അവിടെ വരച്ചിരിക്കുന്നത്. കണ്ടോ? 7 എന്നുള്ളത് അതിന് 8 ആയി മാറി. ആ പടത്തിൽ നോക്കിയാൽ മനസ്സിലാകും. കെ ഷെല്ലിൽ 2 എണ്ണം, എൽ ഷെല്ലിൽ 8 എണ്ണം, ഏറ്റവും പുറത്തെ വാലൻസ് ഷെല്ലായ എം ഷെല്ലിൽ 8 എണ്ണം. ഈ ഒരു രീതിയിലേക്ക് ഇവിടുത്തെ എക്സ്ട്രാ വന്ന ഒരു ഇലക്ട്രോൺ ക്ലോറിൻ റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മാറി. ഈ വരച്ചിരിക്കുന്ന ഡയഗ്രാം വ്യക്തമായല്ലോ. ഇത് ബേസ് സ്റ്റേറ്റിൽ 11 പ്രോട്ടോണും 11 ഇലക്ട്രോണുമുള്ള സോഡിയം ആറ്റം. ഇത് 17 പ്രോട്ടോണും 17 ഇലക്ട്രോണുമുള്ള ക്ലോറിൻ ആറ്റം. ഇതിന് സ്റ്റേബിൾ ആകാനായി ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ക്ലോറിന് സ്റ്റേബിൾ ആകാനായി ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ ക്ലോറിൻ റിസീവ് ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തപ്പെട്ടതിന് ശേഷമുള്ള ഡയഗ്രവും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അവിടെ വരച്ചിരിക്കുന്നു. ഈ രീതിയിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇത്രയും നന്നായി മനസ്സിലായി കഴിഞ്ഞെങ്കിൽ ഇതാണല്ലോ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ് ആയിരുന്നത് അല്ലേ?
അല്ലേ? ഈ ഒറിജിനൽ സ്റ്റേറ്റുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, ഒറിജിനൽ സ്റ്റേറ്റുമായി ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നതിന് ശേഷമുള്ള ഈ സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ സോഡിയം ആറ്റത്തിന്, മനസ്സിലാക്കുക, ഇവിടുത്തെ സോഡിയം ആറ്റത്തിനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള സോഡിയം ആറ്റവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ കുറവാണ് അല്ലേ? ഇവിടെ 281 ഉണ്ടായിരുന്നു, ഇവിടെ 280 ഉള്ളൂ. കണ്ടോ, ഏറ്റവും അവസാനത്തെ ഒരു ഇലക്ട്രോൺ അവിടെ കുറവാണ്. ഇവിടുത്തെ സോഡിയം ആറ്റത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? 11 പ്രോട്ടോണും 11 ഇലക്ട്രോണും. അപ്പോൾ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താ? 11 പ്രോട്ടോണും 10 ഇലക്ട്രോണേ ഉള്ളൂ. ഇത് ന്യൂട്രലാണോ? ഇവിടെ ആണെങ്കിൽ പ്രോട്ടോണും ഇലക്ട്രോണും ക്യാൻസലായി പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് പറ്റില്ല. ഇതിനൊരു എക്സ്ട്രാ പോസിറ്റീവ് ചാർജ് ഇല്ലേ? 10 ഇലക്ട്രോണും 10 പ്രോട്ടോണും ആയിരുന്നെങ്കിൽ അത് ന്യൂട്രൽ ആയേനെ. പക്ഷേ ഇവിടെ ഒരു 11 പ്രോട്ടോൺ ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞപ്പോൾ ഈ സോഡിയത്തിന് ഒരു നെറ്റ് പോസിറ്റീവ് ചാർജ് വന്നു എന്ന് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? ഒരു പ്രോട്ടോൺ ഇവിടെ കൂടുതലാണ്. ഇലക്ട്രോൺ 10 ഉള്ളൂ, 11 പ്രോട്ടോൺ. ആ പ്രോട്ടോൺ ഈ സോഡിയത്തിൻ്റെ ഈ ഒരു ആറ്റത്തിന് എന്താണ്? ന്യൂട്രൽ സ്റ്റേറ്റ് അല്ല കൊടുക്കുന്നത്, അതിനൊരു പോസിറ്റീവ് ചാർജ് കൂടുതലാണ്, അതിനൊരു പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയ സോഡിയം ആറ്റം ഒരു പോസിറ്റീവ് ചാർജായി മാറുന്നു. മനസ്സിലായോ? പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ആറ്റമായി മാറുന്നു. അതേപോലെ തന്നെ ക്ലോറിൻ്റെ കേസിൽ നോക്കൂ, ഇവിടെ എങ്ങനെയായിരുന്നു? 17 പ്രോട്ടോണും 17 ഇലക്ട്രോണും ആയിരുന്നു. പക്ഷേ ഈ സോഡിയത്തിൽ നിന്നുള്ള ആ ഇലക്ട്രോൺ റിസീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലോറിൻ ആറ്റത്തിൻ്റെ അവസ്ഥ എന്തായി? ക്ലോറിൻ ആറ്റം 17 പ്രോട്ടോണും 18 ഇലക്ട്രോണും ആയി മാറി. ശരിയല്ലേ? ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പ്രോട്ടോൺ 17ഉം ഇലക്ട്രോൺ 18ഉം. അവിടെ അപ്പോൾ ഏത് ചാർജാണ് കൂടുതൽ? ഒരു നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോൺ കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രോണിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്ലോറിൻ ഒരു നെഗറ്റീവ് ചാർജുള്ള ആറ്റമായി, ഈ സോഡിയം ആണെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജുള്ള ആറ്റമായി. മനസ്സിലായല്ലോ പറഞ്ഞത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയോ ഇലക്ട്രോൺ നേടിയെടുക്കുകയോ ചെയ്തതിന് ശേഷം ഈ കാണുന്നത് പോലെ ചാർജായി മാറിയ ആറ്റംസിനെ നമ്മളൊരു പേര് വിളിക്കും. എന്താണ്? അയോൺ എന്ന് വിളിക്കും. മനസ്സിലായോ? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയോ ഇലക്ട്രോണിനെ നേടിയെടുത്തോ ഈ കാണുന്നത് പോലെ ചാർജ് കൈവരിച്ചു കഴിഞ്ഞാൽ ആ ആറ്റത്തിനെ നമ്മൾ അയോൺ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ പോസിറ്റീവ് ചാർജ് നേടിയെടുത്ത അയോണുകളെ കാറ്റ് അയോൺ എന്ന് വിളിക്കുന്നു. നെഗറ്റീവ് ചാർജ് നേടിയെടുത്ത അയോണുകളെ ആനയോൺ എന്നും വിളിക്കുന്നു. മനസ്സിലായോ? കാറ്റ് അയോൺ പോസിറ്റീവ് ചാർജുള്ള അയോണുകളും ആനയോൺ നെഗറ്റീവ് ചാർജുള്ള അയോണുകളുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സോഡിയം ആറ്റം ഏത് അയോണായാണ് മാറുന്നത്? പോസിറ്റീവ് ചാർജല്ലേ അതിൻ്റെ കയ്യിലുള്ളത്? കണ്ടോ, പോസിറ്റീവ് ചാർജുള്ള ഈ സോഡിയം ആറ്റം ഒരു കാറ്റ് അയോണായി മാറുന്നു. നെഗറ്റീവ് ചാർജുള്ള ക്ലോറിൻ ആറ്റം ആണെങ്കിലോ അതൊരു ആനയോണായും മാറുന്നു. സോഡിയം കാറ്റയോണായി മാറുന്നു, ക്ലോറിൻ ആനയോണായി മാറുന്നു. കാറ്റയോൺ പോസിറ്റീവ് അല്ലേ? അപ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് കാണിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു പോസിറ്റീവ് സിമ്പൽ ഇടാം. കാറ്റയോൺ ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ആ സോഡിയത്തിൻ്റെ മുകളിൽ ഒരു പ്ലസ് ഇട്ടു. ഒരു ഇലക്ട്രോണിനെയാണ് അത് ട്രാൻസ്ഫർ ചെയ്തതെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഒരു പ്ലസ് ഇടുന്നു. ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്തു എന്ന് കാണിക്കാനായിട്ട് ക്ലോറിൻ ആനയോണിൻ്റെ മുകളിൽ ഒരു മൈനസ് ഇടുന്നു. മനസ്സിലായല്ലോ പറഞ്ഞത്? ഇനി ഈ കാറ്റയോൺ പോസിറ്റീവാണ്, ആനയോൺ നെഗറ്റീവ് അയോൺ ആണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അത് നമുക്ക് തിരിഞ്ഞു പോകാനും പാടില്ല. അത് ഓർത്തിരിക്കാനുള്ള ഒരു ചെറിയ ട്രിക്ക് പറയാം. ഇപ്പോൾ കാറ്റയോൺ, കാറ്റ് ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്? കാറ്റ് അയോൺ. ഇങ്ങനെ കാറ്റയോൺ എഴുതുകയാണെങ്കിൽ ഈ ടി ഒരു പ്ലസ് പോലെ കാണുന്നില്ലേ? അത് വെച്ചിട്ട് ഓർത്തിരുന്നാൽ മതി. എന്ത്? കാറ്റയോൺ പോസിറ്റീവ് ആണെന്നുള്ളത്. അതായത് പോസിറ്റീവ് അയോൺ, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി പോസിറ്റീവായിരിക്കുന്ന അയോണിനെ നമ്മൾക്ക് കാറ്റയോൺ എന്ന് വിളിക്കാം എന്ന് കാണിക്കാനായിട്ട്, കാറ്റയോൺ പോസിറ്റീവിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് ആ ടി ഇങ്ങനെ ഒരു പ്ലസ് പോലെയാണ് ഇരിക്കുന്നതെന്ന് ഓർക്കാം. ആനയോൺ നെഗറ്റീവ് ആണെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ടെക്നിക്കാണ് എ നെഗറ്റീവ് അയോൺ എന്നുള്ളത് ആനയോണിൻ്റെ ഒരു ഫുൾ ഫോം ആണെന്ന് വെറുതെ ഓർത്തിരിക്കുക. ANION, അതിന് AN എന്നുള്ളതിൽ എ നെഗറ്റീവ് അയോൺ എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു പോകില്ല. കാറ്റയോണിൻ്റെ ടി കാണുമ്പോൾ മനസ്സിലാക്കുക അത് പ്ലസ് പോലെയാണ് ഇരിക്കുന്നത്. ടി ഉണ്ട്, ആനയോണിൽ ടി ഇല്ല. അതുകൊണ്ട് അത് പോസിറ്റീവ് അയോൺ ആണെന്നും ആനയോൺ നെഗറ്റീവ് അയോൺ ആണെന്നും ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ എക്സ്ട്രാ വന്ന ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതും സോഡിയം കാറ്റയോണായി മാറിയതും ക്ലോറിൻ ആനയോണായി മാറിയതും കണ്ടു. അവ രണ്ടും സ്റ്റെബിലിറ്റി കൈവരിച്ചു എന്നും കണ്ടു. ഇങ്ങനെയാണ് സോഡിയവും ക്ലോറിനും കൂടെ ചേർന്ന് NaCl ആയി മാറി നമ്മളുടെ കോമൺ സോൾട്ട് NaCl എന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ വിശദമായി പഠിച്ചത്.
ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ രണ്ടാളുടെയും ആവശ്യം സാറ്റിസ്ഫൈഡ് ആയില്ലേ, രണ്ടുപേരും സ്റ്റേബിൾ ആയില്ലേ? ഇത് 281 ആയത് 28 ആയി, അടുത്തത് ക്ലോറിൻ ആണെങ്കിൽ 288 എന്നുള്ള ഒരു കോൺഫിഗറേഷനിലെത്തി. അപ്പോൾ ഇവർ രണ്ടുപേരും ഹാപ്പി ആറ്റംസ് ആയി, അവ സ്റ്റേബിൾ ആയി. ഇനിയിപ്പോൾ NaCl എന്നൊരു കോമ്പൗണ്ടായി ചേർന്ന് നിൽക്കാതെ ഇലക്ട്രോൺ കിട്ടിയ ക്ലോറിൻ എന്തുകൊണ്ട് ഈ കോമ്പൗണ്ടിൽ നിന്ന് മാറിപ്പോകുന്നില്ല? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയവും സ്റ്റേബിൾ ആയില്ലേ? ആ സോഡിയം എന്തുകൊണ്ട് ഇവ തമ്മിൽ എന്തുകൊണ്ട് പിന്നെ പിരിഞ്ഞു പോകുന്നില്ല? NaCl എന്നൊരു കോമ്പൗണ്ടായി പരസ്പരം ഒരു കെമിക്കൽ ബോണ്ട് ചെയ്യപ്പെട്ട് അവ എന്തുകൊണ്ട് ബന്ധിതമായി നിൽക്കുന്നു എന്നൊരു ചോദ്യമില്ലേ? അതെന്താണ് അതിൻ്റെ കാരണമെന്നറിയാമോ? നമുക്കറിയാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് തമ്മിൽ എന്തുണ്ട്? അവ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റ് പോലെ അവ അട്രാക്ട് ചെയ്തിരിക്കും. ഈ അട്രാക്ഷൻ കാരണമാണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞ് സോഡിയത്തിന് അതിൽ നിന്ന് വിട്ടുപോരാൻ കഴിയാത്തത്. ഇലക്ട്രോൺ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലോറിന് ഈ സോഡിയത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്തത്. മനസ്സിലായോ? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് സ്റ്റേബിൾ ആറ്റംസ് ആയി മാറിയതിന് ശേഷം അവ ഒന്നിച്ച് ഒരു കോമ്പൗണ്ടായി ഒരു ബന്ധനം ചെയ്ത് ഒരു ബോണ്ടിങ്ങോട് കൂടി ഒന്നിച്ച് നിൽക്കാനുള്ള കാരണം എന്താണ്? ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് പോസിറ്റീവും ക്ലോറിൻ നെഗറ്റീവുമായി മാറി. ആ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ പരസ്പരം അട്രാക്ട് ചെയ്ത് മാഗ്നറ്റ് പോലെ പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കും. മനസ്സിലായല്ലോ കാര്യം? അതുകൊണ്ടാണ് ഈ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് ഇവ പരസ്പരം വിട്ട് മാറി സെപ്പറേറ്റഡ് ആയി പോകാത്തത്. ഇങ്ങനെയാണ് NaCl എന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഈ പോസിറ്റീവ് കാറ്റയോണും നെഗറ്റീവ് ആനയോണും തമ്മിലുള്ള ഈ ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലുള്ള അട്രാക്ഷനാണ് ഇതുപോലുള്ള കോമ്പൗണ്ടുകളിൽ ആറ്റംസിനെ പരസ്പരം ഘടിപ്പിച്ച് നിർത്തുന്നത്. ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്ന് അയോൺസ് ഫോം ചെയ്ത്, ചാർജ്ഡ് ആറ്റംസ് ആയ അയോൺസ് ഫോം ചെയ്ത് അവ തമ്മിലുള്ള അട്രാക്ഷൻ കാരണം ബന്ധിതമായിരിക്കുന്ന ഇങ്ങനത്തെ ബോണ്ടിങ്ങുകളെയാണ് എന്ത് പറയുന്നത്? അയോണിക് ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എന്താണ് അയോണിക് ബോണ്ടിങ് എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് അയോണിക് ബോണ്ട് എന്നുള്ള പേര് വരാൻ കാര്യമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്ന് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമായി അയോൺസ് ആയി മാറിയതിന് ശേഷം അവ തമ്മിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻ മൂലം ഇവ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ബോണ്ടുകളെയാണ് അയോണിക് ബോണ്ട് എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് നന്നായി മനസ്സിലാക്കുക എന്താണ് അയോണിക് ബോണ്ടിങ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ബന്ധിതമായി നിൽക്കുന്ന ആറ്റംസ് കൊണ്ടുണ്ടാവുന്ന ഈ കോമ്പൗണ്ട്സിന് എന്തുകൊണ്ടാണ് അയോണിക് ബോണ്ട് എന്ന് വിളിക്കാനുള്ള കാരണമെന്ന് മനസ്സിലായല്ലോ. അയോൺ ഉണ്ടാകുന്നതുകൊണ്ട്. ഇനി നോക്കൂ, ഓരോ വട്ടവും ഇങ്ങനെ അയോണിക് ബോണ്ടിങ് കാണിക്കാനായിട്ട് നമ്മൾ ഇതേപോലത്തെ ഈ ബോർ മാതൃക, ഈ ബോർ ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബോറായ ഒരു കാര്യമല്ലേ? കാരണം വളരെ ബുദ്ധിമുട്ടല്ലേ ഇതെല്ലാം ഇങ്ങനെ വരയ്ക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഈ ആറ്റം മുഴുവൻ ഇങ്ങനെ വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്നുള്ളൊരു എളുപ്പ വഴിയിൽ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു ബോണ്ടിങ്ങിനെ കാണിക്കാനായി കഴിയും. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം Na എന്ന സോഡിയത്തിനെ കാണിക്കാനായിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാം? സോഡിയത്തിൻ്റെ സിമ്പലായ Na എഴുതുക. അതിനുശേഷം അതിൻ്റെ വാലൻസ് ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് സോഡിയത്തിന്? ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് സോഡിയത്തിൻ്റെ മുകളിൽ 1 ഇലക്ട്രോണിനെ കാണിക്കാനായിട്ട് ഒരു ഡോട്ട് ഇടുക. ഇലക്ട്രോണിനെ ഡോട്ടായി റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഓക്കെ. എന്നിട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടെ എഴുതുക. ഇങ്ങനെ കൂടെ എഴുതുമ്പോൾ കാര്യം ക്ലിയറായി. ഇവിടെ എക്സ്ട്രാ വന്നിരിക്കുന്ന ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ഈ Naയോട് ചേരുന്നത് ആരാണ്? ക്ലോറിൻ ആണല്ലോ. Cl എന്നുള്ള ക്ലോറിൻ്റെ സിമ്പിൾ എഴുതുക. ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്. അതുകൊണ്ട് 7 ഇലക്ട്രോൺസിന് കാണിക്കുക. 1 2 3 4 5 6 7 ഇലക്ട്രോൺസിന് കാണിക്കുക. എന്നിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടെ എഴുതുക. ഇവ പരസ്പരം റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റിയാക്ഷൻ കഴിയുമ്പോൾ Na എന്ന സോഡിയം ആറ്റത്തിന് എന്ത് സംഭവിക്കുന്നു? എന്താണ്? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ആകെ ഉണ്ടായിരുന്ന ഒരെണ്ണത്തിന് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും കാണിക്കാനില്ല. കണ്ടോ? ആകെ ഉണ്ടായിരുന്ന ഒരെണ്ണത്തിന് ക്ലോറിനിലേക്ക് കൊടുക്കുക ചെയ്തത്. അപ്പം നമുക്ക് അവിടെ ഇലക്ട്രോൺസ് കാണിക്കേണ്ട. പകരം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഈ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്തു എന്നുള്ളത് കാണിക്കാനായിട്ട് 2,8 എന്ന് മാത്രം എഴുതുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത ഈ സോഡിയം ആറ്റം എന്തായി മാറി? കാറ്റയോണായി മാറി, പോസിറ്റീവായി മാറി. അത് കാണിക്കാനായിട്ട് ഒരു പ്ലസ് ഇതേപോലെ തന്നെ ഇവിടെ എഴുതുക. അതിനുശേഷം ക്ലോറിൻ ആറ്റത്തിന് എന്താ സംഭവിച്ചത്? ആ ഒരു ഇലക്ട്രോൺ അങ്ങ് റിസീവ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ 7 ഇലക്ട്രോൺസ് മാത്രം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടായിരുന്നത് 8 ആയി മാറിയില്ലേ? അപ്പം 8 ഡോട്ട് ഇടുക ക്ലോറിന് ചുറ്റിനും.
കണ്ടോ, ക്ലോറിന് ചുറ്റിനും 8 ഡോട്ട്സ് ഇട്ടു. അതോടൊപ്പം തന്നെ 288 എന്നായി മാറിയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇലക്ട്രോൺ റിസീവ് ചെയ്ത് കഴിഞ്ഞ് ക്ലോറിൻ നെഗറ്റീവായി മാറിയല്ലോ, ആ ഒരു നെഗറ്റീവും അവിടെ കാണിക്കുക. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞപ്പോൾ ഈ ഒരു റിയാക്ഷൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇത് വരയ്ക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമുണ്ട് ഇത് മാത്രം എഴുതാനല്ലേ. അപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ബോർസ് മോഡൽ വരച്ച് കാണിച്ചത്. അപ്പം ഇനിയുള്ള റിയാക്ഷൻസ് എഴുതുമ്പോൾ ഇതൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ഈ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം മാത്രം എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, റിയാക്ഷൻ കഴിഞ്ഞ് എൻ്റെ പ്രോഡക്റ്റ് എഴുതുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ ഇടയിൽ പ്ലസ് എഴുതാൻ പാടില്ല കേട്ടോ. കാരണം ഇത് രണ്ടും പിന്നെ രണ്ടായിട്ടല്ല നിൽക്കുന്നത്, അത് കൂടി ചേർന്ന് അട്രാക്റ്റഡായി ഒന്നായി നിൽക്കുക. കണ്ടോ, പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ അട്രാക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ നടുക്ക് പിന്നെ പ്ലസ് ഇടരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാം. ഇപ്പം NaCl എങ്ങനെയാണ് ഉണ്ടായെന്ന് മനസ്സിലായല്ലോ, അയോണിക് ബോണ്ട് വഴി. ഇനി NaCl ഉണ്ടാകാനായി നടന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ടല്ലോ. എന്താണ്, ഇവിടെ ഉണ്ടായിരുന്ന എക്സ്ട്രാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കടന്ന ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തു. ഇതെല്ലാം സംഭവിച്ച് ആ ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ നമുക്കൊരു ഇക്വേഷനായിട്ട് എഴുതി കാണിക്കാം. ഒരു ഇക്വേഷനായിട്ട് എഴുതി എങ്ങനെ കാണിക്കുമെന്ന് നോക്കാം. എങ്ങനെയാണ് അത് കാണിക്കുക? ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണ്, നമുക്കറിയാവുന്ന പോലെ തന്നെ എഴുതാം. Na സോഡിയം എന്നൊരു ആറ്റം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിനെന്താ സംഭവിച്ചത്? അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വിട്ടുപോവുകയാണ് ചെയ്തത് അല്ലേ. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വിട്ടുപോയി. അതായത് Na+1 ഇലക്ട്രോൺ എന്ന് എഴുതാം. എണ്ണയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഒന്ന് സെപ്പറേറ്റഡ് ആയി മാറി നിന്നു. ആ ഇലക്ട്രോൺ സെപ്പറേറ്റഡ് ആയപ്പോൾ Naക്ക് എന്ത് ചാർജ് വന്നു? പോസിറ്റീവ് ചാർജ് വന്നു. ശരിയല്ലേ? പിന്നീട് എന്താ സംഭവിച്ചത്? Cl എന്ന ക്ലോറിൻ്റെ മറ്റൊരു ആറ്റം ഉണ്ടായിരുന്നു. ആ ആറ്റത്തിലേക്ക് ഇവിടുന്ന് സെപ്പറേറ്റഡ് ആയ ഈ ഇലക്ട്രോൺ വന്നു ചേർന്നു. 1 ഇലക്ട്രോൺ വന്നു ചേർന്നു. അപ്പോൾ എന്തായി? ക്ലോറിൻ്റെ കൂടെ ഒരു ഇലക്ട്രോണും കൂടെ വന്നപ്പോൾ എന്തായി? ക്ലോറിൻ്റെ ചാർജ് Cl- എന്നായി. മനസ്സിലായോ? ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ ഇക്വേഷനായിട്ട് എങ്ങനെ എഴുതിയെന്ന് കണ്ടല്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. നമുക്ക് ഇനി പലതിൻ്റെയും ഇതേപോലെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ എഴുതേണ്ടി വരും. അപ്പം ഇതെങ്ങനെയാണെന്ന് ഒന്നുകൂടെ കേട്ട് ഒന്ന് നന്നായി മനസ്സിലാക്കി വയ്ക്കുക. അടുത്തതായിട്ട് ഒരു ടേബിൾ കണ്ടല്ലോ, സോഡിയത്തിനും ക്ലോറിനും എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി കാണിക്കുന്ന ഒരു ടേബിളാണത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലായെങ്കിൽ തനിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ്. എങ്കിലും നമുക്കൊന്ന് പറയാം. ആദ്യമേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ. നമ്മുടെ കയ്യിലുള്ള ആ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നോക്കിയാൽ കറക്റ്റായിട്ട് ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരുന്നു? 281 എന്നായിരുന്നു. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് ക്ലോറിൻ്റെ കോൺഫിഗറേഷൻ എന്തായിരുന്നു? 287 എന്നായിരുന്നു. റിയാക്ഷൻ നടന്നതിന് ശേഷം സോഡിയത്തിൻ്റേത് 28 എന്നായി മാറി, ക്ലോറിൻ്റേത് 288 എന്നായി മാറി. ആ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നോക്കി മനസ്സിലാക്കൂ, കറക്റ്റായിട്ട് മനസ്സിലാകും. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പുള്ള കാര്യം പറയുമ്പോൾ ഈ ആരോ മാർക്കിൻ്റെ ഇപ്പുറത്തുള്ള കാര്യങ്ങൾ നോക്കണം. റിയാക്ഷൻ നടന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ ആരോ മാർക്കിൻ്റെ ഇപ്പുറത്തുള്ള കാര്യങ്ങൾ നോക്കണം. ഓക്കെ, റിയാക്ഷൻ നടന്നതിന് മുമ്പ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടണം. സോഡിയത്തിൻ്റെ ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ വരുന്നത്. ഇവിടെയാണ് ഇതെല്ലാം കൂടെ കൂട്ടണം, അറിയാമല്ലോ അത്. അപ്പോൾ സോഡിയത്തിന് ബിഫോർ കെമിക്കൽ റിയാക്ഷൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 11 എണ്ണം ഉണ്ടായിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ഇലക്ട്രോണിന് വിട്ടു കൊടുത്തല്ലോ, അപ്പോൾ അത് 10 മാറി. ക്ലോറിന് റിയാക്ഷന് മുമ്പ് 17 എണ്ണം ഉണ്ടായിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുകയല്ലേ ചെയ്തത്, അപ്പോൾ 18 മാറി. നമ്പർ ഓഫ് പ്രോട്ടോൺ എങ്ങനെയാണ്? ഇവിടെ നോക്കൂ, റിയാക്ഷന് മുമ്പ് 11 പ്രോട്ടോൺ ആണ് ഉണ്ടായിരുന്നത്. റിയാക്ഷന് ശേഷവും 11 പ്രോട്ടോൺ തന്നെയാണ് സോഡിയത്തിനുള്ളത്. ഈ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോൺ എന്താണ്? കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പഠിച്ചില്ലേ, പലതവണ പഠിച്ചില്ലേ. ഇലക്ട്രോൺസ് മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചില്ലേ. അത് ഇതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ന്യൂക്ലിയസിനുള്ളിൽ ഇരിക്കുന്ന പ്രോട്ടോണിന് യാതൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് റിയാക്ഷൻ മുമ്പായാലും റിയാക്ഷൻ കഴിഞ്ഞിട്ടായാലും പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ ഒരു ചേഞ്ചും വരുന്നില്ല. സോഡിയത്തിന് അത് 11 തന്നെ ഇരിക്കുന്നു, ക്ലോറിന് അത് 17 തന്നെ ഇരിക്കുന്നു, റിയാക്ഷന് മുൻപും പിൻപും. ഇനി ചാർജ് എങ്ങനെയാണ്? സോഡിയത്തിന് റിയാക്ഷന് മുമ്പ് ഒരു ചാർജും ഉണ്ടായിരുന്നില്ല. പക്ഷേ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ സോഡിയത്തിനൊരു പോസിറ്റീവ് ചാർജ് കൈവന്നു. ക്ലോറിനാണെങ്കിലോ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല റിയാക്ഷന് മുമ്പ്. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ക്ലോറിൻ നെഗറ്റീവ് ചാർജായി മാറി. അതറിയാലോ, സോഡിയം കാറ്റയോണായി മാറി, ക്ലോറിൻ ആനയോണായി മാറി. ഇപ്പോൾ നമ്മൾ ഈ വിശദമായിട്ട് പഠിച്ചതുപോലെ ഈ NaCl പോലെ അയോണിക് ബോണ്ട് വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളുണ്ടല്ലോ. ഇപ്പോൾ അയോണിക് ബോണ്ട് വഴി ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഈ രീതിയിൽ ഈ NaCl പോലെ ഉണ്ടായി വരുന്ന ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് അയോണിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. എന്താണ്? കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ അയോണിക് ബോണ്ട്സ് ആർ കോൾഡ് അയോണിക് കോമ്പൗണ്ട്. ഇങ്ങനെയുള്ള അയോണിക് ബോണ്ട് വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെ അയോണിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നു.
അപ്പോൾ NaCl ഒരു അയോണിക് കോമ്പൗണ്ട് ആണെന്ന് ഇപ്പോൾ പറയാമല്ലോ. അയോണിക് ബോണ്ട് വഴി ഉണ്ടായ കോമ്പൗണ്ടാണ്, അതുകൊണ്ട് അതൊരു അയോണിക് കോമ്പൗണ്ടാണ്. ഇപ്പം നമ്മൾ അയോണിക് ബോണ്ടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ NaClൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് NaCl അയോണിക് ബോണ്ട് വഴി എങ്ങനെ ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടായി വന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ആദ്യം സംഭവിച്ചത്? സ്റ്റെബിലിറ്റി കൈവരിക്കാനായിട്ട് Na എന്ന സോഡിയം ആറ്റം ക്ലോറിനൊരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു എന്നതാണ് ഒന്നാമത് സംഭവിച്ചത്. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് നമ്മൾ ഒന്നാമത് പഠിച്ചത്. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ എന്താണ് അതിൻ്റെ കോൺഫിഗറേഷൻ മാറിയത് പഠിച്ചു അല്ലേ? ആഫ്റ്റർ റിയാക്ഷൻ കോൺഫിഗറേഷൻ പഠിച്ചു. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞപ്പോൾ ബോത്ത് ആറ്റംസ് അറ്റൈൻഡ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ. രണ്ട് ആറ്റംസും ഒക്ടറ്റ് കോൺഫിഗറേഷൻ, അതായത് ആ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു. കണ്ടോ, അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടി. അങ്ങനെ ഒക്ടറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു. ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു, അവ രണ്ടും ഒക്ടറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തതായിട്ട് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ മനസ്സിലാക്കി ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നപ്പോൾ അയോൺസ് ഫോം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി. അയോൺസ് ആയി മാറി. ന്യൂട്രൽ ആയിരുന്ന ആറ്റംസ് അയോണുകളായി മാറി. അവിടെ നമ്മൾ എന്ത് പഠിച്ചു? കാറ്റയോൺ എന്താണെന്ന് പഠിച്ചു. കാറ്റയോൺ പോസിറ്റീവ് ആണെന്നും ആനയോൺ നെഗറ്റീവ് അയോൺ ആണെന്നും പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്? ഈ കാറ്റയോണും ആനയോണും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു. നാലാമത് നമ്മൾ പഠിച്ചത് അട്രാക്ഷൻ്റെ കാര്യമാണ്. ഈ കാറ്റയോൺസും ആനയോൺസും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടാണ് അയോണിക് ബോണ്ടുകളിൽ എന്താണ് ആറ്റംസ് പരസ്പരം ആകൃഷ്ടരായി നിൽക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഈ കാറ്റയോണും ആനയോണും തമ്മിലുള്ള അട്രാക്ഷനാണ് ഈ അയോണിക് ബോണ്ടിൽ ആറ്റംസിനെ ചേർത്ത് നിർത്തുന്നത്. ഏറ്റവും അവസാനം അയോണിക് ബോണ്ട് വഴി ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ അയോണിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുമെന്നും മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. 1 or 2 പ്രാവശ്യം കേട്ട് നല്ല തറവാക്കി ഈ പോയിന്റ്സ് എല്ലാം നന്നായി മനസ്സിലാക്കി വെക്കുക. ഈ ഒരു എക്സാമ്പിൾ NaClൻ്റെ എക്സാമ്പിൾ നന്നായി മനസ്സിലായെങ്കിൽ ഇനി നമ്മൾ പഠിക്കുന്ന മാഗ്നീഷ്യം ഓക്സൈഡിൻ്റെയും മറ്റ് കോമ്പൗണ്ടുകളുടെയൊക്കെ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവും. ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. കാരണം അടുത്ത എക്സാമ്പിളുകളൊന്നും നമ്മൾ ഇത്രയും വിശദമായി പറയുന്നില്ല. ഇപ്പം നമ്മൾ പഠിച്ച NaClൻ്റെ എക്സാമ്പിൾ ഒന്നുകൂടെയോ രണ്ടാമതെയോ ഒക്കെ കേട്ട് നന്നായി മനസ്സിലാക്കി നോട്ട്സ് എഴുതി വെച്ച് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് കടക്കുക. ഇപ്പം നമ്മൾ MgO മഗ്നീഷ്യം ഓക്സൈഡ് എങ്ങനെയാണ് അയോണിക് ബോണ്ട് വഴി ഉണ്ടാകുന്നതെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. MgO എന്ന ഈ ഒരു കോമ്പൗണ്ട് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നതിൻ്റെ ഡോട്ട് ഡയഗ്രാം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഇനിയിപ്പോൾ എളുപ്പമായിരിക്കുമല്ലോ. ഏതൊക്കെയാണ്? മഗ്നീഷ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. മഗ്നീഷ്യം Mg, അതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണ് അല്ലേ? അപ്പോൾ 12 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 2, 8, 2 എന്നായിരിക്കും. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് പറയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ബാക്കി വീഡിയോസ് നേരത്തെ എല്ലാം കണ്ടു മനസ്സിലാക്കിയെങ്കിൽ അത് അറിയാമായിരിക്കും. തനിയെ എഴുതി നോക്കുക. 282 എന്ന് നമുക്ക് കിട്ടുന്നു അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിലെ ലാസ്റ്റത്തെ ഇലക്ട്രോൺ മാത്രമല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 ആണ് ലാസ്റ്റുള്ള ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ 2 ഇലക്ട്രോൺസിന് കാണിക്കുന്നു. അതിനുശേഷമോ പിന്നെ പ്ലസ് ഓക്സിജൻ അല്ലേ ഉള്ളത്? ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. 8നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6 എന്നല്ലേ വരുന്നത്. അതുകൊണ്ട് 2, 6 എന്ന് നമ്മൾ ഓക്സിജനെ കാണിക്കുന്നു. 6 ഇലക്ട്രോൺസ് അല്ലേ വാലൻസ് ഷെല്ലിലുള്ളത്. അപ്പോൾ ആ വാലൻസ് ഇലക്ട്രോൺസ് ആയ 6 ഇലക്ട്രോൺസിനെ നമുക്ക് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. കണ്ടല്ലോ, 6 ഇലക്ട്രോൺസ് കാണിക്കുന്നു. ഇനി ഇവ തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ ശ്രദ്ധിക്കൂ. മാഗ്നീഷ്യത്തിന് വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസേ ഉള്ളൂ. ഇതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ സോഡിയത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ 2 ഇലക്ട്രോൺസിനെ മറ്റേതിനെങ്കിലും കൊടുക്കണം. അപ്പോൾ 2, 8 എന്നുള്ള രീതിയിൽ അതിന് സ്റ്റേബിൾ ആകാൻ കഴിയും. ഓക്സിജന് 2, 6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിന് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 6ൻ്റെ കൂടെ 2 ഇലക്ട്രോൺസിനെയും കൂടെ ആഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ മഗ്നീഷ്യത്തിന് 2 കൊടുക്കാനുണ്ട്, ഓക്സിജന് 2 കിട്ടേണ്ട ആവശ്യവുമുണ്ട്. 2 ഇലക്ട്രോൺസ് കിട്ടേണ്ട ആവശ്യമുണ്ടെന്നാണ്. അപ്പം ഇവിടുന്ന് 2 ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ മഗ്നീഷ്യവും ഹാപ്പിയായി, ഓക്സിജനും ഹാപ്പിയായി. മനസ്സിലായല്ലോ? അപ്പം അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ 2 ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് കൊടുത്തു എന്ന രീതിയിൽ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഭാഗം എഴുതാം. 2 ഇലക്ട്രോൺസ് ഓക്സിജന് കൊടുത്തു കഴിയുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ചുറ്റിനും പിന്നെ ഇലക്ട്രോൺസിനെ എന്തെങ്കിലും കാണിക്കണോ? വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ മതി. അപ്പം ഇലക്ട്രോൺസിനെ ഇവിടെ ഇനി ഡോട്ട് ഇട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. പകരം എന്താണ് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറക്റ്റായിട്ട് എഴുതാം. 2 ഇലക്ട്രോൺസിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ 2, 8 എന്ന് മാത്രമായി മാറി. ഇവിടുത്തെ സൈൻ എന്താണെന്ന് കാണിക്കണം, ഇതിൻ്റെ ചാർജ് എന്തായി എന്ന് കാണിക്കണം. എന്താണ്? ഇലക്ട്രോൺസിനെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവായി മാറും, കാറ്റയോണായി മാറും. അപ്പോൾ ഇവിടെ പ്ലസ് എഴുതണം.
ഇനി എത്ര പ്ലസ് എഴുതണം? നേരത്തെ NaCl ഒരു ഇലക്ട്രോണിനെയാണ് കൊടുത്തത്, അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്ലസ് എഴുതിയത്. ഇവിടെ നോക്കൂ, 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു, അപ്പം നമ്മളിവിടെ 2+ എന്ന് കാണിക്കണം. പിടികിട്ടിയല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഓക്സിജനെയും എഴുതുന്നു. O എന്നെഴുതി അതിൻ്റെ ചാർജ് കാണിക്കാനായി 2- എന്ന് എഴുതി, കാരണം അത് 2 ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തു, അതുകൊണ്ട് അതിന് 2 നെഗറ്റീവ് ചാർജ് കൂടുതലായി. മനസ്സിലായോ? അതുകൊണ്ട് 2+ എന്ന് കാണിച്ചു. 2,8 എന്നതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതി. എന്തുകൊണ്ടാണ് ഇവിടെ 2+ഉം 2- വന്നതെന്ന് പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. കാരണം മഗ്നീഷ്യത്തിൻ്റെ സാധാരണ നോർമൽ സ്റ്റേറ്റിൽ 12 പ്രോട്ടോണും 12 ഇലക്ട്രോണും ആയിരുന്നു. മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെയാണ് കൊടുക്കുന്നത്. അപ്പം എന്താണ്, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ കയ്യിൽ പ്രോട്ടോണിന് കുറവൊന്നുമില്ല, 12 തന്നെയായി. പക്ഷേ 2 ഇലക്ട്രോണിനെ കൊടുത്ത് 10 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര ചാർജിൻ്റെ ഇംബാലൻസ് വന്നു? ഇലക്ട്രോൺസിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ചാർജ് 2 എണ്ണം കൂടുതലാണ്, അതുകൊണ്ടാണ് +2 എന്ന് കാണിച്ചത്. ഓക്സിജൻ്റെ കേസിലാണെങ്കിൽ റിയാക്ഷന് മുമ്പ് 8 പ്രോട്ടോണും 8 ഇലക്ട്രോണും ഉണ്ടായിരുന്ന ഓക്സിജൻ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ കുറവൊന്നും വന്നില്ല, 8 പ്രോട്ടോൺ തന്നെ. പക്ഷേ 2 ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തു. 10 ഇലക്ട്രോൺസ് ആണ് റിയാക്ഷന് ശേഷം ഓക്സിജൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് നെഗറ്റീവ് ചാർജ് എത്ര എണ്ണം കൂടി? 2 എണ്ണം കൂടി. അത് കാണിക്കാനായിട്ടാണ് 2- എന്ന് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവായ മഗ്നീഷ്യം കാറ്റയോണും നെഗറ്റീവായ ഓക്സിജൻ്റെ ആനയോണും ഉണ്ടാവുന്നു. അവ തമ്മിൽ പോസിറ്റീവ് നെഗറ്റീവ് ഓപ്പോസിറ്റ് അട്രാക്ഷൻ ഉണ്ടാവുന്നു. അയോണിക് ബോണ്ട് സംഭവിക്കുന്നു. MgO എന്ന ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. MgOയുടെ ഫോർമേഷൻ മനസ്സിലായല്ലോ. അടുത്തത് നമുക്ക് സോഡിയം ഓക്സൈഡിൻ്റേത് പഠിക്കാം. അടുത്തതായി സോഡിയം ഓക്സൈഡ് അല്ലെങ്കിൽ Na2O എന്ന ഈ കോമ്പൗണ്ട് എങ്ങനെയാണ് അയോണിക് ബോണ്ട് വഴി ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എഴുതി നോക്കിയാൽ മതിയല്ലോ. ആദ്യമായിട്ട് സോഡിയം എന്താണ് സോഡിയത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയാം. Na എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. 11 ആറ്റോമിക് നമ്പർ, അതുകൊണ്ട് 281 എന്ന് നമുക്ക് കോൺഫിഗറേഷൻ എഴുതാം. എന്താണ്, ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്, അതുകൊണ്ട് നമുക്ക് 1 ഇലക്ട്രോൺ എന്ന് കാണിക്കാം. ഓക്കെ. അതിനുശേഷം ഓക്സിജൻ്റെ അവസ്ഥ എന്താണ്? 26 എന്നാണ് ഓക്സിജൻ്റെ കോൺഫിഗറേഷൻ എഴുതുന്നത്, കാരണം 8 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ 6 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. ഏറ്റവും പുറത്ത് 6 ഇലക്ട്രോൺസ് ആണുള്ളത്, ബാഹ്യതമ ഷെല്ലിൽ. അതുകൊണ്ട് 6 ഇലക്ട്രോൺസ് നമ്മളിവിടെ വരച്ച് കാണിക്കുന്നു. ഈ ഓക്സിജന് ആവശ്യമുള്ളത് 6നെ 8 ആക്കണം, അതായത് 2 ഇലക്ട്രോൺസിൻ്റെ ആവശ്യം ഓക്സിജനുണ്ട്. സോഡിയത്തിനാണെങ്കിൽ 1 ഇലക്ട്രോണേ കൊടുക്കാനുള്ളൂ. മനസ്സിലായല്ലോ. സോഡിയത്തിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് 1 ഇലക്ട്രോണേ ഉള്ളൂ. 1 ഇലക്ട്രോൺ കൊടുത്താൽ തന്നെ 2,8 എന്നുള്ളൊരു അവസ്ഥയിലെത്തി സോഡിയം സ്റ്റേബിൾ ആകും. എന്നാൽ ഓക്സിജൻ ഒന്ന് പോരാ. ഓക്സിജന് 2 ഇലക്ട്രോൺ കിട്ടിയെങ്കിൽ മാത്രമേ അതിന് സ്റ്റേബിൾ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു സോഡിയം ആറ്റം കൊണ്ട് മാത്രം കാര്യം നടക്കില്ല, പകരം 2 സോഡിയം ആറ്റംസ് വേണം. ഒരു സോഡിയം ആറ്റം കൂടെ ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇതേപോലത്തെ ഒരു സോഡിയം ആറ്റം കൂടെ ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 ഇലക്ട്രോൺ ഈ ആറ്റം കൊടുക്കും, ഓക്സിജന് 2ാമത്തെ ഇലക്ട്രോൺ ഈ ആറ്റം കൊടുക്കും. അപ്പം ഓക്സിജൻ സ്റ്റേബിൾ ആകും, സോഡിയം ആറ്റത്തിൻ്റെ കാര്യവും ശരിയാകും. മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ 2 Na2 എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ. 2 സോഡിയം ആറ്റംസ് വേണം ഒരു ഓക്സിജന് സ്റ്റേബിൾ ആകാനായിട്ട്. ഈ രീതിയിൽ ഇവ തമ്മിൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് എങ്ങനെയാണ് വരുന്നത്? നേരെ എഴുതിയാൽ മതി. പ്രോഡക്റ്റിൻ്റെ ഭാഗം എങ്ങനെ വരും? സോഡിയം. ഈ ആറ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാലൻസ് ഷെല്ലിലുണ്ടായിരുന്ന 1 ഇലക്ട്രോണിനെ ഓക്സിജന് വിട്ടുകൊടുത്തല്ലോ. അപ്പോൾ പിന്നെ ഇലക്ട്രോൺസ് ഒന്നും കാണിക്കാനില്ല. പകരം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8 ആയി മാറി എന്ന് മാത്രം റെപ്രസെൻ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ചാർജ് കാണിക്കാൻ മറക്കരുതേ. പ്ലസ് അല്ലേ, അതായത് 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ ആറ്റം എന്തായി മാറി? പ്ലസ് ചാർജായി മാറി. അതുകൊണ്ട് അവിടെ നമ്മൾ പ്ലസ് എന്ന് കാണിക്കുന്നു. 1 ഇലക്ട്രോണിനെ അല്ലേ വിട്ടുകൊടുത്തുള്ളൂ, അതുകൊണ്ട് 1+ എന്ന് കാണിക്കുന്നു. മനസ്സിലായല്ലോ. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത സോഡിയം ആറ്റവും അതേപോലെ തന്നെയാണല്ലോ അവിടെ സംഭവിക്കുന്നത്. സോഡിയം ആറ്റം എന്താണ്, 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, ഇതും 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അപ്പം 2,8 എന്നൊരു കോൺഫിഗറേഷനിൽ ആ സോഡിയം ആറ്റവും എത്തുന്നു. ഇനി ഈ 2 സോഡിയം ആറ്റംസിൻ്റെയും ഈ വാലൻസ് ഇലക്ട്രോണിന് ആർക്ക് കിട്ടുന്നു? ഓക്സിജന് കിട്ടുന്നു. അതുകൊണ്ട് ഓക്സിജൻ്റെ ഇപ്പോൾ അവസ്ഥ എന്താണ്? വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസും ഉണ്ട്. ഓക്സിജൻ വളരെ ഹാപ്പിയായി, സാറ്റിസ്ഫൈഡ് ആയി, ഫുള്ളി ഫിൽഡായി. അപ്പം 8 ഇലക്ട്രോൺസ് ഓക്സിജന് ചുറ്റും കാണിക്കുക. അതോടൊപ്പം തന്നെ 2,8 എന്നുള്ള കോൺഫിഗറേഷനിലെത്തി എന്നും കാണിക്കുക. അതോടൊപ്പം തന്നെ മറന്നു പോവാതെ 2 ഇലക്ട്രോൺസിനെയാണ് ഈ ഓക്സിജൻ ഇപ്പോൾ എക്സ്ട്രാ ആയി റിസീവ് ചെയ്തിരുന്നത്. ഒന്ന് ഈ ആറ്റത്തിൽ നിന്നും ഒന്ന് ഈ സോഡിയം ആറ്റത്തിൽ നിന്നും. അത് കാണിക്കാനായിട്ട് 2- എന്നുള്ള ചാർജും കാണിക്കുക. അപ്പോൾ Na2O എന്ന അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു. അടുത്തത് NaF, സോഡിയം ഫ്ലൂറൈഡ്. അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമുക്ക് നോക്കാം. അതും ഒരു അയോണിക് കോമ്പൗണ്ടാണ്. അതിൻ്റെ അയോണിക് ബോണ്ട് ഈ സോഡിയവും ഫ്ലൂറിനും എങ്ങനെയാണ് അയോണിക് ബോണ്ടിങ് വഴി അടുത്തടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം.
സോഡിയം പലതവണ വരച്ചതാണ്, നമുക്കറിയാം 281 എന്നുള്ളൊരു കോൺഫിഗറേഷനുണ്ട്, വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണും ഉണ്ട്, അറിയാം. അതേപോലെ തന്നെ ഫ്ലൂറിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഫ്ലൂറിൻ ആണെങ്കിൽ എന്താണ്, ഫ്ലൂറിൻ്റെ ആറ്റോമിക് നമ്പർ 9 ആണ്. ഓക്കെ, 9 ആണെങ്കിൽ ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? ആദ്യം കെ ഷെല്ലിന് 2 എണ്ണം കൊടുത്തു, ബാക്കി പോയിട്ട് 7 ഇലക്ട്രോണാണ് ബാക്കിയുള്ളത്. ആ 7 നമുക്ക് എൽ ഷെല്ലിന് കൊടുക്കാം, അല്ലേ? എൽ ഷെല്ലിന് കൊടുക്കാം. എൽ ഷെല്ലിന് 8 എണ്ണം ഹോൾഡ് ചെയ്യാം, അപ്പോൾ 7 എണ്ണം കൊടുക്കുകയാണെങ്കിൽ എൽ ഷെല്ല് അത് പിടിച്ചോളൂ. അപ്പം 2-7 എന്നുള്ളൊരു കോൺഫിഗറേഷനാണ് ഫ്ലൂറിനുള്ളത്. ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം 7 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം. അപ്പോൾ നമ്മൾ 7 ഇലക്ട്രോൺസ് ഇവിടെ മാർക്ക് ചെയ്യണം. ഫ്ലൂറിൻ്റെ ആവശ്യം എന്താ? 7 ഇലക്ട്രോൺസ് അല്ലേ ബാഹ്യതമ ഷെല്ലിലുള്ളത്, അപ്പോൾ ഫ്ലൂറിന് ഒരു ഇലക്ട്രോണിനെയും കൂടെ കിട്ടണം, അപ്പം 8 ആക്കാൻ സാധിക്കും. സോഡിയത്തിൻ്റെ ആവശ്യം എന്താണ്? ഒരു ഇലക്ട്രോണെ ആർക്കെങ്കിലും കൊടുക്കണം, അപ്പം സോഡിയം ഒരു ഇലക്ട്രോൺ ഫ്ലൂറിന് കൊടുക്കും, സോഡിയവും ഹാപ്പി, ഫ്ലൂറിനും ഹാപ്പി. മനസ്സിലായല്ലോ? ഈ രീതിയിലാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. ഇവ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സോഡിയം ചുറ്റിനും എന്തെങ്കിലും ഇലക്ട്രോൺസ് കാണിക്കണോ? ആകെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിനെ ഫ്ലൂറിന് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അത് കാണിക്കണ്ട. പകരം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2-8 എന്ന് മാത്രമാകുന്നു എന്ന് കാണിക്കാം. 1നെ റിലീസ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ചാർജ് എങ്ങനെയായി മാറുന്നു? ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ അതൊരു കാറ്റയോണായി മാറുന്നു, പോസിറ്റീവ് അയോണായി മാറുന്നു. ഒരു ഇലക്ട്രോണിനെ അല്ലേ കൊടുത്തുള്ളൂ, അതുകൊണ്ട് പ്ലസ് എന്ന് മാത്രം കാണിക്കുക. അതേസമയം ഫ്ലൂറിന് നമുക്ക് എന്ത് കാണിക്കണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണിനെ ഫ്ലൂറിൻ റിസീവ് ചെയ്യുക, ഈ ഒരെണ്ണം കൂടെ കിട്ടുമ്പോൾ 7 എന്നുള്ളത് 8 ആയി മാറും. അപ്പോൾ നമ്മളിവിടെ 8 ഇലക്ട്രോൺസ് കാണിക്കണം. 8 ഇലക്ട്രോൺസിനെ കാണിച്ചു, 2-8 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു ഇലക്ട്രോണിനെ അല്ലേ റിസീവ് ചെയ്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് അതിനൊരു മൈനസ് സിമ്പിൾ കൊണ്ട് കാണിക്കാം. അപ്പം ഒരു കാറ്റയോണും ഒരു ആനയോണും ഫോം ചെയ്തു. അവ തമ്മിൽ പരസ്പരം അയോണിക് ബോണ്ട് വഴി ബോണ്ട് ചെയ്തിരിക്കുന്നു. ഇതേപോലെ തന്നെ പെട്ടെന്നൊന്ന് പറയൂ, MgF2 മഗ്നീഷ്യം ഫ്ലൂറൈഡ്. ഇതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം പെട്ടെന്നൊന്ന് വരച്ച് നോക്കൂ. നമുക്കറിയാം മഗ്നീഷ്യം നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ? 2-8-2 എന്നാണ് വരുന്നത്. 12 ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഇലക്ട്രോൺ അതിന് ഡോട്ട് ഇട്ട് കാണിക്കാനായി കഴിയും. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു ഫ്ലൂറിൻ ആറ്റം ഉണ്ട്, അല്ലേ? F. അതിൻ്റെ കോൺഫിഗറേഷൻ എന്താ? 2-7 എന്നാണെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ 7 ആറ്റംസിനെ നമുക്ക് ഡോട്ട് ഇട്ട് കാണിക്കാം. ഓക്കെ, ഇനി നോക്കുക, മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാനായി ഉണ്ട്. ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് ഒരു ഇലക്ട്രോണിനെ എടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോണിനെ കൊടുക്കാനുണ്ട്. ഈ 7-ന് 8 ആകണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ മതി. അപ്പം ഒരു ഫ്ലൂറിൻ ആറ്റത്തിനെ കൊണ്ട് ഒരു ഇലക്ട്രോണിനെ എടുക്കാൻ കഴിയുള്ളൂ. മഗ്നീഷ്യത്തിനാണ് 2 എണ്ണം കൊടുക്കാനുണ്ട്. അപ്പം ഒരെണ്ണം ഈ ഫ്ലൂറിൻ ആറ്റം എടുക്കും. അതോടൊപ്പം തന്നെ ഒരു ഫ്ലൂറിൻ ആറ്റം കൂടെ ഉണ്ടെങ്കിലല്ലേ ഈ റിയാക്ഷൻ സാധ്യമാകുള്ളൂ. മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ കൊടുക്കാനുണ്ട്. അപ്പം ഒരു ഇലക്ട്രോൺ ഈ ഫ്ലൂറിൻ ആറ്റം എടുക്കും, രണ്ടാമത്തെ ഇലക്ട്രോൺ ഈ ഫ്ലൂറിൻ ആറ്റം എടുക്കും. മനസ്സിലായല്ലോ? പ്രോഡക്റ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു എന്ന് സങ്കല്പിച്ച് നമുക്ക് എഴുതാം. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഫ്ലൂറിൻ്റെ 7 എന്നുള്ള ഈ വാലൻസ് ഇലക്ട്രോൺ 8 ആയി മാറും, അല്ലേ? അപ്പോൾ നമുക്ക് ഫ്ലൂറിന് ചുറ്റും 8 ഇലക്ട്രോൺസ് കാണിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് 8 കാണിക്കുന്നത്? മഗ്നീഷ്യത്തിൻ്റെ ഒരു ഇലക്ട്രോൺ ഈ ഫ്ലൂറിന് കിട്ടി, ഒരു ഇലക്ട്രോൺ ഈ ഫ്ലൂറിന് കിട്ടി. അപ്പോൾ 2-8 എന്നുള്ളതായിട്ട് അത് മാറുന്നു. ഓക്കെ, ഇനി ഈ ഫ്ലൂറിൻ ആറ്റം ഒരു ഇലക്ട്രോണിനല്ലേ റിസീവ് ചെയ്തുള്ളൂ. ശ്രദ്ധിക്കുക, ഒരു ഇലക്ട്രോണിനല്ലേ റിസീവ് ചെയ്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ 1 നെഗറ്റീവ് സൈൻ ഇട്ടാൽ മതി. അതോടൊപ്പം തന്നെ മഗ്നീഷ്യത്തിന് എന്താ സംഭവിക്കുന്നത്? മഗ്നീഷ്യത്തിന് ആകെ അതിൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്ന 2 ഇലക്ട്രോൺസും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ പിന്നെ മഗ്നീഷ്യത്തിന് ചുറ്റിനും ഇനി ഇലക്ട്രോൺസ് ഒന്നും കാണിക്കേണ്ട. അതേപോലെ തന്നെ അതിൻ്റെ കോൺഫിഗറേഷൻ 2-8 എന്നായി മാറുകയും ചെയ്യുന്നു. 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് മഗ്നീഷ്യത്തിൻ്റെ ചാർജ് എന്താകുന്നു? പ്ലസ് ആകും, 2+ എന്നാകുന്നു. 2+ എന്ന് നമ്മൾ കാണിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത ഫ്ലൂറിൻ ആറ്റത്തിനും എന്താണ് സംഭവിക്കുന്നത്? ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ 7 എന്നുള്ളത് 8 ആയി മാറുന്നു. അതുകൊണ്ട് 8 ഇലക്ട്രോൺസ്. നേരത്തെ പോലെ തന്നെ ഇവിടെയും 8 ഇലക്ട്രോൺസ് മാർക്ക് ചെയ്യുക. 2-8 എന്നുള്ള കോൺഫിഗറേഷനിലേക്ക് ആകുമെന്ന് കാണിക്കുക. ഒരു ഇലക്ട്രോണിനല്ലേ ഈ ഒരു ആറ്റം റിസീവ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ 1 നെഗറ്റീവ് സൈൻ കാണിക്കുക. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അയോണിക് ബോണ്ടിങ് എന്താണെന്നും അയോണിക് ബോണ്ട് വഴി എങ്ങനെയാണ് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നതെന്നും പഠിച്ചു. അയോണിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നതിൻ്റെ 4 എക്സാമ്പിൾസും നമ്മൾ കണ്ടു. ഇനി കോവാലന്റ് ബോണ്ടിങ് എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.